ബേസിൽ നിന്ന് മാത്സ് പഠിച്ചു തുടങ്ങാം. ഇതിൻ്റെ സീരീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ 2 ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക് വരികയാണ്. അതായത് നമ്മളിപ്പോൾ പഠിക്കുന്നത് ഭിന്നസംഖ്യകൾ, ഫ്രാക്ഷൻസ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കായിട്ട് ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ നോട്ടൊക്കെ എഴുതിയെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഫസ്റ്റ് പാർട്ടൂടെ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു തുടങ്ങുകയാണ്. ഓരോ ടോപ്പിക്കിൽ നിന്ന് ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ഓരോ പാർട്ടായിട്ടുള്ള ഓരോ കണ്ടന്റ് എടുക്കുക, അതിനുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കുക. അങ്ങനെ നമ്മൾ പഠിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ ഏതാണെന്നും ഇന്നത്തെ ടോപ്പിക്കൽ ഏതാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് സിമ്പിൾ ആണെങ്കിൽ ഞാൻ പറഞ്ഞു ഫ്രാക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ടോപ്പിക്കിലൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾ എന്തായാലും വേണ്ട വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനോടൊപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ടോപ്പിക്കും അതിനോടൊപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ആയിരിക്കും വരുന്നത്. അതിൻ്റെ കഥയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് മാത്സ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ടഫായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു നോട്ടൊക്കെ എടുത്തിട്ട് നമ്മൾ തുടങ്ങും. നമ്മൾ ബേസിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ബേസ് മുതലുള്ള ടോപ്പിക്കിൽ നീറ്റായിട്ട് എഴുതി വെച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെച്ച് അതിൻ്റെ പുറകിലായിട്ട് ആ നോട്ട്ബുക്കിൻ്റെ പുറകിലായിട്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ അതുകൂടി ഒന്ന് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ സമയമെടുക്കും, പതിയെ മാത്രമേ നമുക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് പഠിച്ച് നന്നായിട്ട് ഒന്ന് സെറ്റായിട്ട് വരാനായിട്ട് സാധിക്കുള്ളൂ. പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാം നിങ്ങൾ വിചാരിക്കരുത്. സമയമെടുത്ത് പതിയെ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് മാത്സ് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് ഒന്ന് സ്കിപ്പ് ചെയ്ത് നോക്കുക. അവിടെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാൻ. അങ്ങനെയാണ് ഞാൻ ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് എഴുതിയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാണ്. 4 ചോദ്യങ്ങളാണ് നമുക്ക് ആദ്യമായിട്ട് നോക്കാനുള്ളത്. എന്താണ് ചോദ്യം? 824/68 ചെറിയ രൂപം എന്ത് എന്നുള്ളതാണ് ചോദ്യം. അതായത് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഈ തന്നിരിക്കുന്നത് വലിയ രൂപമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ രൂപം ഉണ്ടായിരിക്കും. അതായത് ചെറിയ രൂപം ആക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിളി നമ്മൾ ഉദ്ദേശിക്കുന്ന വെട്ടിച്ചെറുതാക്കലാണ്. അതായത് ഡിവൈഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ വെട്ടിച്ചെറുതാക്കുന്നതിന് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്താണ്? ഒന്ന് നിശേഷഹരണം എന്ന ടോപ്പിക്ക് നമ്മൾ അറിയണം. പിന്നെ വെട്ടിച്ചുരുക്കൽ എങ്ങനെയാണെന്ന് നമ്മൾ അറിയണം. ഈ രണ്ടിൻ്റെയും വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ കമൻറ്റ് ബോക്സ് നിങ്ങൾ നോക്കിക്കൊള്ളുക. അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നു. അതായത് നിങ്ങൾക്ക് ഈ രണ്ടും അറിയില്ലെങ്കിൽ മീൻസ് നിശേഷഹരണം എങ്ങനെയാണ് എന്നും ഈ നിശേഷഹരണം അറിയാൻ മാത്രമേ നമുക്ക് വെട്ടിച്ചേരാനായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എങ്ങനെയാണ് വെട്ടിച്ചെറുതാക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോസ് താഴെ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷമായിരിക്കും നിങ്ങൾ ഇതിലേക്ക് വരേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം പോലെ നിങ്ങൾ കണ്ടാലും മതി. ഇതിപ്പോൾ സിമ്പിളായിട്ട് വെട്ടിച്ചെറുതാക്കാൻ പറ്റുന്നതാണ്. പക്ഷേ എല്ലാ ക്വസ്റ്റ്യൻസും വളരെ സിമ്പിളായിട്ട് വെട്ടിച്ചെറുതാക്കാൻ പറ്റണമെന്നില്ല. ഓക്കെ, സോ ചെറിയ രൂപം കണ്ടെത്തുക മീൻസ് തന്നിരിക്കുന്നത് വലിയ രൂപമാണ്, ചെറുതിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് നോക്കാം നമുക്ക്. 824/68 നമ്മുടെ ചോദ്യം. ശരിയല്ലേ? രണ്ടും ഇരട്ട സംഖ്യ ആയതുകൊണ്ട് അതാണ് നമ്മുടെ നിശേഷഹരണം, ഡിവിസിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് പഠിക്കാൻ പറഞ്ഞത്. അപ്പോൾ 824/68 രണ്ടും ഇരട്ട സംഖ്യ ആയതുകൊണ്ട് നമുക്ക് ഏതുകൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും, ഏതുകൊണ്ട് നമുക്ക് വെട്ടിച്ചെറുതാക്കാൻ പറ്റും? 2 കൊണ്ട് വെട്ടിച്ചെറുതാക്കാൻ പറ്റും. ശരിയല്ലേ? സോ നമുക്ക് 2 കൊണ്ട് വെട്ടാൻ പോവാന്നേ. നമുക്ക് 68നെ 2 കൊണ്ട് വെട്ടാം. 6ൽ 2 എത്ര പ്രാവശ്യം പോവും? 3 2 6 പോവും. 8ൽ എത്ര പ്രാവശ്യം 2 പോവും? 4 2 8 പോവും. സോ താഴെ 34 നോക്കി. 34 ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ എന്ന് കരുതി പെട്ടെന്ന് കയറി 34 ചെയ്യരുത്. കാര്യം 34 ഇനിയും വെട്ടാൻ പറ്റുമെങ്കിൽ അത് 17 മാറും. 2 കൊണ്ട് വെട്ടാൻ പറ്റുമെങ്കിൽ. സോ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. ഞാൻ വീണ്ടും എന്ത് ചെയ്യാണ്? വീണ്ടും 2 കൊണ്ട് വെട്ടുകയാണ് മുകളിൽ. നമുക്ക് നോക്കാം. 8ന് 2 കൊണ്ട് വെട്ടുമ്പോൾ എന്താ വരിക? 8ന് 2 കൊണ്ട് വെട്ടുമ്പോൾ 4 2 8. 2ന് 2 കൊണ്ട് വെട്ടുമ്പോൾ 2 കൊണ്ട് വെട്ടുമ്പോഴോ 1 2 2. 4ന് 2 കൊണ്ട് വെട്ടുമ്പോഴോ 2 2 2. അപ്പോൾ 412/34 എന്ന് വന്നല്ലേ? നോക്കിയേ, മുകളിലും ഇരട്ട സംഖ്യയാണ്, താഴെയും ഇരട്ട സംഖ്യയാണ്. അപ്പോൾ നമുക്ക് ഇനിയും ചെറുതാക്കാൻ പറ്റില്ലേ? നമുക്ക് 2 കൊണ്ട് വീണ്ടും വെട്ടാം. നോക്കിയേ, 4ന് 2 കൊണ്ട് വെട്ടുമ്പോൾ 2 2 4. ശരിയല്ലേ? 1ന് വെട്ടാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ 12 എടുക്കും. പക്ഷെ അങ്ങനെ എടുക്കുമ്പോൾ മിഡിലിൽ 0 കൊടുക്കണം. ഇതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ കാര്യം നമ്മൾ 4ന് 2 പ്രാവശ്യം പോയി, പിന്നെ 1ൽ പോകില്ല 0 കൊടുക്കുന്നു, 2ൽ 2 പ്രാവശ്യം പോകും 1 2 2. ഇത് നമ്മൾ ഹരിക്കുന്ന അതേ പ്രക്രിയയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ അത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അതിനുവേണ്ടി സെപ്പറേറ്റ് ടോപ്പിക് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിവിസിബിലിറ്റിയും നിശേഷഹരണവും ഡിവിസിബിലിറ്റിയും വെട്ടിച്ചെറുതാക്കണം രണ്ടും നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കുക. ദെൻ നമ്മളിവിടെ മുകളിൽ 2 കൊണ്ട് വെട്ടിയില്ലേ? ഇപ്പോൾ താഴെ 2 കൊണ്ട് വെട്ടണ്ടേ? 34 2 ഒറ്റ സ്റ്റെപ്പ് എഴുതാൻ പറ്റും 17. സോ 201/17 എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടോ? സോറി, 201 206 അല്ലേ? എന്താ 206 കാര്യം? നമ്മൾ 0 കൊടുത്തു, 12 ഒരുമിച്ചല്ലേ എടുക്കുന്നത്? 12 അല്ലേ? 12 എന്ന് പറയുമ്പോൾ 6 2 12. സോ എൻ്റെ മിസ്റ്റേക്കാണ് കേട്ടോ. 2 മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ. സോ 6 2 12. മനസ്സിലായല്ലോ? അത് ഒന്നുകൂടെ പറയാം. 4ൽ 2 2 4. 1ൽ പോകില്ല. സോ 12 ഒരുമിച്ചെടുക്കുന്നു. അപ്പോൾ നമ്മൾ 0 കൊടുക്കുന്നു. then 12ൽ 6 2 12. സോ 206/17 ആൻസർ. 206/17. ഇതിൻ്റെ ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. 206/17 ഉണ്ടല്ലോ. ദാറ്റ് ഓപ്ഷൻ. ഇതാണ് ആൻസർ.
ഓക്കെ അല്ലേ? ഇനി അടുത്ത ചോദ്യം നോക്കിയേ, 2/3 തുല്യമായത് ഏത് എന്നാണ്. തുല്യ ഭിന്നങ്ങൾ നമ്മൾ പറയും, സമാന ഭിന്നങ്ങൾ ഒരു കോൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതാണ്. ഭിന്നസംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് അല്ലേ? സോ നമുക്ക് നോക്കാം 2/3 തുല്യമായത് ഏത് എന്നാണ് ചോദ്യം. 2/3 തുല്യമായത് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഒന്നുകിൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളവിടെ പറഞ്ഞു 2 കൊണ്ടും മുകളിലും താഴെയും 2 കൊണ്ട് ഗുണിച്ച് നോക്കണം. അപ്പോൾ എന്ത് കിട്ടും? 4/6. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കും. അതിനേക്കാൾ ബെറ്റർ ഈ ഉള്ളതിനെ, ഈ കിടക്കുന്ന സംഖ്യകളെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. അതായത് ഇത് ചെറിയ ഭിന്നമല്ലേ, അതിനേക്കാൾ വലുതല്ലേ താഴെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ഓരോന്നും ചെറുതാക്കി നോക്കാം. പെട്ടെന്ന് പെട്ടെന്ന് ചെറുതാക്കി നോക്കിയാൽ മതി. 14/21 ചെറുതാക്കി നോക്കി. 14/21 എത്ര കൊണ്ട് വെട്ടാൻ പറ്റും? 7 കൊണ്ട് വെട്ടാൻ പറ്റും. അതാണ് ഡിവിസിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 14/21 7 കൊണ്ട് വെട്ടുമ്പോൾ എന്ത് വരും? 14 7 2 7 14, താഴെ 3 ആ കിട്ടി. മനസ്സിലായോ? അത് എങ്ങനെയാ? 14/21 എടുക്കുകയാണ്, ശരിയല്ലേ? എങ്ങനെ വെട്ടും? 7 കൊണ്ട് വെട്ടാം. 2 7 14, 3 21, 2/3 കിട്ടിയില്ലേ? 2/3 കിട്ടി, ശരിയല്ലേ? ഇനി നോക്കിയേ, നമുക്ക് ആൻസർ കിട്ടി കഴിഞ്ഞു. എങ്കിലും നമുക്ക് വെറുതെ നോക്കാം. അടുത്ത സംഖ്യ എത്രയാ? 12/24. ഒറ്റ സ്റ്റെപ്പ് വെട്ടാൻ പറ്റും. അങ്ങനെ അറിയാവോ? ഒരു 12 12, 2 12 24. 12 ടേബിൾ പറഞ്ഞാൽ മതി. ഒരു 12 12, അപ്പോൾ 1/2 തുല്യം അല്ലല്ലോ. 7/21 ആണെങ്കിലോ? 7/21 നോക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 7 കൊണ്ട് വെട്ടാം. ഒരു 7 7 3 21, 1/3 തുല്യം അല്ലല്ലോ. അടുത്ത 2/6 അല്ലേ? 2/6 നോക്കി. 2/6 എങ്ങനെ വെട്ടുക? 2 കൊണ്ട് വെട്ടാം. ഒരു 2 2 3 2, 1/3 അല്ലേ? തുല്യമല്ലല്ലോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആൻസർ എന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. 14/21. ഓക്കെ അല്ലേ? ശരി, നോക്കാം. +5 6/7 ഗുണന വിപരീതം എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ അല്ലേ? ആ പ്ലസ് എന്തിനാണെന്ന് അറിയുമോ കൊടുത്തിരിക്കുന്നത്? നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ പ്ലസ് ആയതുകൊണ്ട് നമ്മൾ ഗുണന വിപരീതം മൈനസ് ആക്കി എഴുതും എന്നാണ്. ഗുണന വിപരീതം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ മൈനസ് എന്ന് വരും അല്ലേ? പ്ലസിന്റെ വിപരീതം മൈനസ് ആണ് നമ്മുടെ മനസ്സിൽ വരും. അങ്ങനെ ഇട്ട് നമ്മൾ കൺഫ്യൂഷൻ ആക്കി തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഓപ്ഷൻ അത് കൊടുത്തിട്ടുണ്ട്. അതിനാണ് നമുക്ക് ഇതാണ്ട് ഈ സാധനം പ്ലസ് ഫ്രണ്ടിൽ കൊടുത്തത്. അല്ലെങ്കിൽ ഇനി ഒരു പോസിറ്റീവ് നമ്പറിന്റെ ഫ്രണ്ടിൽ പ്ലസ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ 2 എഴുതുമ്പോൾ +2 എഴുതുമോ? നമ്മൾ എഴുതത്തില്ല. പക്ഷേ ഇത് നമ്മൾ തെറ്റിക്കാനായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. +5 6/7 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആവശ്യം നമുക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്ക് എങ്ങനെ ചെയ്യാത് ഒന്ന് നോക്കിയേ. +5 അല്ലേ? അപ്പോൾ നമുക്ക് 5 6/7 അതിനാണ് പ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഇതൊരു മിശ്ര ഭിന്നമല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതാണ്. മിശ്ര ഭിന്നമല്ലേ? മിശ്ര ഭിന്നത്തിന്റെ വിൽക്രമം എടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വെറുതെ പഠിച്ചു വെച്ചോളുക. മിശ്ര ഭിന്നമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പഠിച്ചു വെച്ചോളുക. ചെയ്യുകയൊക്കെ ചെയ്യാം ചിലതൊക്കെ, പക്ഷേ അങ്ങനെ പഠിക്കാം. നമുക്ക് മിശ്ര ഭിന്നമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. മിശ്ര ഭിന്നം ഉണ്ടെങ്കിൽ അതിന് എന്തിലോട്ട് മാറ്റണം? വിഷമ ഭിന്നത്തിലോട്ട് മാറ്റിയിട്ട് മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് എന്ത് ചെയ്യും? വിഷമ ഭിന്നത്തിലോട്ട് മാറ്റാം. എങ്ങനെയാണ് നമുക്ക് അറിയാലോ. നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ആദ്യം ഇങ്ങനെ ഗുണിക്കും അല്ലെ? 7 × 5 ഗുണിക്കും. ആ കിട്ടുന്ന ഉത്തരത്തിനോടൊപ്പം 6 കൂട്ടും. അങ്ങനെയല്ലേ? അപ്പോൾ നോക്കിയേ, 7 × 5 35, 35 + 6 41, ബൈ താഴെ ആര്? 7. അപ്പോൾ 41/7 എന്ന ആൻസർ കിട്ടും. ശരിയല്ലേ? 41/7 എന്നല്ലേ? പക്ഷേ ഇതല്ല ചോദ്യം. നമ്മുടെ ചോദ്യം ഇതിന്റെ വിൽക്രമം എന്ത് എന്നാണ്. 41/7 വിൽക്രമം എന്താണ്? തിരിച്ചിട്ടാൽ മതി. എന്ത് വരും? 7/41 അല്ലേ? എളുപ്പമല്ലേ? 7/41 വിൽക്രമം ഉണ്ടോ നോക്കി. 7/41 ആ 7/41 +7/41. സോ നമുക്ക് കൊടുക്കാം +7/41. വെറുതെ 7/41 പറഞ്ഞാൽ എന്താണ്? +7/41. സോ ആൻസർ. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ലോജിക്ക് ബേസ് പഠിക്കണം നമ്മൾ പറയുന്നത് കണ്ടോ. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. 2 ഭിന്നസംഖ്യകളുടെ ഗുണനഫലം 1 ആണ്. ഒരു സംഖ്യ 3/7, അടുത്ത സംഖ്യ ഏത്? ലോജിക്ക് പഠിച്ചാലും ചെയ്യാൻ പറ്റില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ സംഭവം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഗുണന വിപരീതം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഗുണന വിപരീതം എന്ന് പറയുന്നത്? ഒരു സംഖ്യയെ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴാണോ 1 കിട്ടുന്നത്, ആ സംഖ്യയെ വിളിക്കുന്ന പേരാണ് ഗുണന വിപരീതം. ശരിയല്ലേ? അപ്പോൾ 2/3 ഏതുകൊണ്ട് ഗുണിക്കുമ്പോഴാണ്? 3/2 ഗുണിക്കുമ്പോഴാണ് വെട്ടിപ്പോയിട്ട് ആൻസർ 1 കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ എന്താ വയ്ക്കുന്നത്? 2 ഭിന്നസംഖ്യകളുടെ ഗുണനഫലം 1. അതിൽ ഒരു സംഖ്യ 3/7. മറ്റേ സംഖ്യ ചോദിച്ചാൽ നമുക്ക് ചെയ്ത് നോക്കേണ്ട കാര്യമേ ഇല്ല. എന്തായിരിക്കും? 7/3 ആയിരിക്കും. കാര്യം ഇത് 3/7 തന്നിരിക്കുന്നത്. നമുക്കറിയാം ഗുണന വിപരീതം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്താണ്? 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ 1 കിട്ടണം. അപ്പോൾ 2 സംഖ്യകൾ തമ്മിൽ ഗുണിച്ചപ്പോൾ 1 കിട്ടി. അതിൽ ഒന്ന് 3/7 എങ്കിൽ അടുത്ത് തന്നെ വിൽക്രമമായിരിക്കും 7/3. സോ 7/3 ആൻസർ. ഇത് നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ കോൺസെപ്റ്റ് ലോജിക് ബേസ് പഠിച്ചു വെച്ചിരിക്കുന്നത്. അതാണ് പറയുന്നത്. ലോജിക്ക് കൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ടഫ് ആണെങ്കിൽ പോലും നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും ഒന്ന് വളച്ചിരിച്ചൊക്കെ ചോദിച്ചാലും ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാമല്ലോ. നമുക്ക് ഇനി പഠിക്കേണ്ടത് ഭിന്നസംഖ്യകളുടെ സങ്കലനവും വ്യവകലനവുമാണ്.
അതിനുശേഷം നമുക്ക് ഇനി അങ്ങോട്ട് പഠിക്കാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഭിന്നസംഖ്യകളുടെ ഗുണനം, ഭിന്നസംഖ്യകളുടെ ഹരണം. അവിടെയും കഴിഞ്ഞില്ല. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് മിശ്ര ഭിന്നങ്ങളുടെ സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം ഒക്കെയാണ്. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഭിന്നസംഖ്യ, ഞാൻ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഭിന്നസംഖ്യകളുടെ സങ്കലനം എങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിൻ്റെ വ്യവകലനവും പഠിച്ചു പോകണം. അപ്പോൾ 3 മോഡൽസ് ആണ് നമുക്ക് പ്രധാനമായിട്ടും സങ്കലനത്തിൽ പറയാനുള്ളത്, ഭിന്നസംഖ്യകളുടെ സങ്കലനത്തിൽ പറയാനുള്ളത്. അതായത് നോക്കി, ഇതിനകത്ത് വരുന്ന ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ 3 കാറ്റഗറിയിൽ ഏതാണ് എന്നുള്ളതാണ്. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആ ഏത് ക്വസ്റ്റ്യൻ വന്നാലും അതേ കോൺസെപ്റ്റിനെ ഫോളോ ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി നമുക്ക് വരും. അത് ഞാൻ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ ഞാൻ 2 ടോപ്പിക്ക് 2 മോഡൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ നോക്കി, ഞാൻ പറഞ്ഞു തുടങ്ങാണ്. ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ക്വസ്റ്റ്യൻ കൂട്ടാൻ പറയുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും ഛേദം ഒരുപോലെയാണ് അല്ലേ? അതായത് എല്ലാം 12 തന്നെയാണ്. അപ്പോൾ ആദ്യം ഭിന്നസംഖ്യകൾ കൂട്ടാനായിട്ട് വന്നാൽ അതിൻ്റെ ഛേദങ്ങൾ എന്ന് പറയുന്നത് ഒരുപോലെയാണ് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. 5/12, ദെൻ 3/12, ദെൻ 1/12 ആണെങ്കിൽ ഛേദങ്ങൾ ഒരുപോലെയാണെങ്കിൽ ഛേദം അതുപോലെ അവിടെ വയ്ക്കുക. ഛേദം അതുപോലെ അവിടെ വയ്ക്കുക. ഛേദത്തിന് ഒരു മാറ്റവും വരുന്നില്ല, അതുപോലെ വെക്കുക. ദെൻ അംശങ്ങൾ തമ്മിൽ കൂട്ടുക. 5, 3, 8, 1, 9 എന്ന് എഴുതുക. കണ്ടോ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഛേദങ്ങൾ ഒരുപോലെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഛേദം അതുപോലെ എഴുതി വെച്ചിട്ട് അംശങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതി. അല്ലാതെ ഛേദങ്ങളെല്ലാം കൂടെ കൂട്ടണ്ട. ഓക്കെ അല്ലേ? നമുക്ക് ഇത് വെട്ടി ചെയ്യാൻ പറ്റും, സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനത് പറയണില്ല, അത് നമുക്ക് പിന്നീട് പഠിക്കാം. അതെങ്ങനെ വെട്ടി ചെയ്യാൻ പറ്റും? 3 കൊണ്ട് വെട്ടാൻ പറ്റും. 3 വെട്ടുവാണെങ്കിൽ 3/4 ആൻസർ കിട്ടും. ഓക്കെ, ഇതാണ് പരിപാടി. നമ്മൾ ഇതിനൊപ്പം നമ്മൾ എന്തുകൂടെ പഠിക്കാം? നമുക്ക് ഇതിൻ്റെ മൈനസ് കൂടെ പഠിക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പഠിച്ച് കമ്പയർ ചെയ്ത് പഠിച്ചങ്ങ് പോകാൻ പറ്റും. ഇത് തന്നെയാണ് മൈനസിലും. മീൻസ് എങ്ങനെ വരികയാണ്? 5/12 മൈനസ് 3/12 മൈനസ് 1/12. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഛേദങ്ങൾ ഒരുപോലല്ലേ? ഛേദം അവിടെ വയ്ക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും? നോക്കി, 5 - 3 2, 2 - 1 1, 1/12. എളുപ്പമല്ലേ? സിമ്പിൾ അല്ലേ? സോ ഇതാണ് നമ്മൾ പറഞ്ഞ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സങ്കലനവും വ്യവകലനവും പഠിച്ചു കഴിഞ്ഞു. എങ്ങനെ വന്നാൽ? ഛേദങ്ങൾ ഒരുപോലെയായാൽ. അപ്പോൾ നമ്മൾ ആദ്യത്തെ നിങ്ങൾ ഹെഡിങ് എന്ത് ചെയ്യണം? ഭിന്നസംഖ്യകളുടെ ഛേദങ്ങൾ ഒരുപോലെയാണ് എങ്കിൽ എന്ത് ചെയ്യണം? കൂട്ടാനായാലും കുറയ്ക്കാനായാലും എന്ത് ചെയ്യണം? ഛേദം അതുപോലെ എഴുതുക. അംശങ്ങൾ തമ്മിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. അത് പഠിച്ചില്ലേ? ഇനി ഇതിനകത്ത് ഇങ്ങനെ ഒരു മാറ്റം അവർ കൊണ്ടുവരികയാണെങ്കിലോ, 5/12 പ്ലസ് 3/12 മൈനസ് 1, രണ്ടും കൂടെ മിക്സ് ചെയ്ത് തരികയാണ്. പ്ലസ് ഉണ്ട് മൈനസും ഉണ്ട്, സെയിം കാറ്റഗറി, സെയിം മെത്തേഡ്. എന്ത് ചെയ്യും? ഛേദം അതുപോലെ എഴുതും. നമ്മൾ എന്ത് ചെയ്യും? എന്നിട്ട് 5 + 3 അല്ലേ? സോ 5 + 3 8, 8 - 1 7. പഠിച്ചോ? എല്ലാം പഠിച്ചോ? ക്ലിയർ ആയി, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ചോദ്യത്തിനെ ചെയ്യാം. പ്രശ്നമില്ലല്ലോ? ഓക്കെ ആണല്ലോ? അപ്പോൾ ഒന്നാമത്തെ മോഡൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഏതിലേക്ക് വരാം? മോഡൽ 2ലേക്ക് വരാം. മോഡൽ 2 നമുക്ക് നോക്കാം. എന്താണ്? 2/5 പ്ലസ് 4/3. നമ്മൾ നോക്കുകയാണ്. എന്തല്ല? ഛേദങ്ങൾ ഒരുപോലെയല്ല, ഛേദങ്ങൾക്ക് വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ 5 ഇവിടെ 3 ആണ്. 2 രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ 3 രീതിയിലും ചെയ്യാം. പോട്ടെ, നമുക്കൊന്ന് നോക്കാം. നോക്കിയേ, 2 5 2/5 4/3. ഒന്നാമത്തെ മെത്തേഡ് LCM എടുത്ത് ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഓക്കെ അല്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, നിങ്ങൾ 2 ടേമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താലും പ്രശ്നമൊന്നുമില്ല. കാര്യം ഇവിടെ 2 ടേമേ ഉള്ളൂ, 2/5 4. പക്ഷേ ഇവിടെ നോക്കിയേ, ഇവിടെ 3 എണ്ണം ഉണ്ട്. കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ക്രോസും ചെയ്യാം, LCM ചെയ്യാം. 2 ഞാനൊന്ന് പറഞ്ഞുതരാം. നോക്കാം നമുക്ക് എന്താ മെത്തേഡ് നോക്കാം. ക്രോസ് ആണെങ്കിൽ എങ്ങനെ ചെയ്യുക? ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ക്രോസ് ചെയ്യും. കണ്ടോ? 3/2. നിങ്ങൾ എപ്പോഴും പഠിച്ചോളുക, ഇങ്ങനെ തന്നെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്ത് പഠിക്കുക, ഇങ്ങോട്ട് തന്നെ പഠിക്കുക. ഇങ്ങനെ ആദ്യം ചെയ്ത് പഠിക്കരുത്. ചിലത് ഇങ്ങനെ ആദ്യം കയറി ചെയ്യും, അങ്ങനെ ചെയ്യരുത്. പ്ലസ് ചെയ്യുമ്പോൾ പ്രശ്നം വരില്ല, മിഡിൽ മൈനസ് വരും, പ്രശ്നം വരും. ഇങ്ങനെ മൾട്ടിപ്ലൈ ആണേ. നോക്കി, 3 × 2 6. മിഡിൽ എന്താ സൈൻ? പ്ലസ് കൊടുത്തു, പ്ലസ് ഇട്ടു. 5 × 4 20. കണ്ടോ? ഓക്കെ ആണല്ലോ? ബൈ താഴെയുള്ളത് തമ്മിൽ ഗുണിക്കണം. 5 × 3 15. അപ്പോൾ എങ്ങനെ ക്രോസ് ആയിട്ട് ചെയ്യുന്നത്? നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്ന് പറയുക. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 × 2 6, 4 × 5 20. ഇടയ്ക്ക് ഇവിടുത്തെ ചിഹ്നം എന്താണെന്ന് ഇടും? പ്ലസ് ഇടും. താഴെ ഇങ്ങനെ ഗുണിച്ചെഴുതും 15. അപ്പോൾ എന്താ ആൻസർ വരിക? 26/15. കണ്ടോ? ഇതാണ് ആൻസർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൽ ചെയ്യുക. ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമുക്കിനി എന്ത് ചെയ്യാം? നമുക്കിനി ഇതിന് LCM വെച്ച് എങ്ങനെ ചെയ്യുമോ നോക്കാം. നോക്കി, 2/5 പ്ലസ് 4/3. കണ്ടോ? നമുക്ക് എല്ലാ മെത്തേഡും പറയാം. ഒരു മെത്തേഡ് നമ്മൾ പഠിച്ചേ, ഇത് ഒരു ഫോം പഠിച്ചു. സെക്കൻഡ് ഫോമാണ് നമ്മൾ പറയുന്നത്, രണ്ടാമത്തെ ഫോം. ഓക്കെ, നോക്കാം. എന്താണ്?
ഇങ്ങനെ ചെയ്തു നമ്മൾ. ഇനി എൽ സി എം എടുക്കാനുള്ളത് ആ താഴെ ഛേദത്തിൻ്റെ എൽ സി എം ആണ് എടുക്കേണ്ടത്. എൽ സി എം ഓഫ് ഏതിൻ്റെ 5ൻ്റെയും 3ൻ്റെയും പെട്ടെന്ന് പറയണം കേട്ടോ, ഇല്ലെങ്കിൽ അടിയാണ്. പെട്ടെന്ന് പറയണം. കാര്യം എന്താ, 5ലും 3ലും നമ്മൾ പഠിച്ചാണ് എൽ സി എം എച്ച് സി എഫ് എന്ന് പറയുന്നത്. പെട്ടെന്ന് ചെയ്യാൻ പഠിച്ചു. എങ്ങനെയാണ്? 5ലും 3ലും പൊതുഘടകങ്ങളില്ല. 5ലും 3ലും പൊതുഘടകങ്ങളുണ്ടോ? 5ലും 3ലും പൊതുഘടകങ്ങളില്ല എങ്കിൽ എന്ത് ചെയ്യും? തമ്മിലങ്ങ് ഗുണിച്ചാൽ മതി. 5 × 3 15. ഓർമ്മയില്ലെങ്കിൽ ഇപ്പോൾ ഓർത്തോണം, ഇനി മറക്കരുത്. ഓക്കെ, അപ്പോൾ 5ലും 3ലും പൊതുഘടകങ്ങളില്ല. അപ്പോൾ 5 × 3 15 എൽ സി എം. എൽ സി എം കിട്ടിയാൽ എന്താ പരിപാടി നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഈസ് ഈക്വൽ ടു 15 അങ്ങ് താഴെ എഴുതി വെക്കുക കേട്ടോ. കിട്ടി എൽ സി എം അങ്ങ് താഴെ എഴുതി വെക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ അവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പറയും, പിന്നീട് നമുക്കത് കുറച്ചുകൂടെ ചുരുക്കി പഠിക്കാം. ഓക്കെ, 15 എൽ സി എം അങ്ങ് താഴെ എഴുതി. ഇനി എന്ത് ചെയ്യണം? എത്ര ഭിന്നസംഖ്യകളുണ്ട്? 2 ഭിന്നസംഖ്യ. ഈ 2 ഭിന്നസംഖ്യകളെയും ഈ 15 കൊണ്ടങ്ങ് ഗുണിക്കുക. കണ്ടോ, അതായത് 2/5 ഞാൻ എൽ സി, അതായത് എൽ സി എം കൊണ്ട് ഗുണിച്ചു. പ്ലസ് ഇനി ആരുണ്ട്? 4/3 ഉണ്ട്. അതിനെയും എന്തുകൊണ്ട് ഗുണിച്ചു? 15 കൊണ്ട് ഗുണിച്ചു. ഓക്കെ അല്ലേ? നോക്കി, ഇനി നമുക്ക് എന്ത് ചെയ്യാം? 5ഉം 15ഉം വെട്ടാം. 3 കണ്ടോ, 3ഉം 15ഉം വെട്ടാം. എത്രയാ? 5. ഇതെല്ലാം ഒരു ടേമാണ്. ഇവിടെ നിന്ന് കയറി വെട്ടരുത് കേട്ടോ, ഇടയ്ക്ക് പ്ലസ് കിടക്കുക. ഇവിടെ മാത്രമേ വെട്ടാൻ പാടില്ല. ഇതിവിടെ വെട്ടാം, ഇതും വെട്ടാം. ഓക്കെ അല്ലേ? ഇനി മുകളിൽ നോക്കിയേ, 3 കൊണ്ട് എത്രയാ? 6 പ്ലസ് 5 കൊണ്ട് എത്രയാ? 20 ബൈ എത്രയാ? 15 ഈസ് ഈക്വൽ ടു 26/15. ഇതല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടത് ഒരു കാര്യം, നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ 2 പാർട്ട് അല്ലെങ്കിൽ 2 ഭിന്നസംഖ്യയിലേ ഉള്ളൂ എങ്കിൽ എളുപ്പം ഏതാണ്? എളുപ്പം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ്. എൽ സി എം എടുത്ത് ചെയ്യുമ്പോൾ കുറച്ച് സ്റ്റെപ്പ് കൂടും. സ്റ്റെപ്പ് കുറച്ചൊക്കെ ചെയ്യാനായിട്ട് പറ്റും. നമ്മളൊന്ന് മനസ്സിൽ ചെയ്യേണ്ടി വരും. 2/5 15 കൊണ്ട് ഗുണിക്കുമ്പോൾ 6 കിട്ടുമെന്ന് മനസ്സിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ അങ്ങനെ ആയി വരും. ചിലപ്പോൾ നിങ്ങളിപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നില്ലായിരിക്കാം, പക്ഷേ നിങ്ങൾ പോകെ നിങ്ങൾ അങ്ങനെ ആയിട്ട് വരും, ഉറപ്പായിട്ടും വരും. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്, ഞാൻ പറയുന്നത് നിങ്ങൾ 2 ഫ്രാക്ഷൻസ് 2 ഭിന്നസംഖ്യകൾ ഉള്ളുവെങ്കിൽ നിങ്ങൾ എന്തിലോട്ട് പോകണ്ട, നിങ്ങൾ എൽ സി എമ്മിലോട്ട് പോകാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും ബെറ്റർ. ഓക്കെ, ഇനി മൂന്നാമത് ഒരു മെത്തേഡ് നമുക്കൊന്ന് വേണമെങ്കിൽ പറയാം. അതായത് 2/5 പ്ലസ് 4/3. ഇത് ചിലപ്പോൾ കുറച്ച് ചിന്തിക്കേണ്ടി വരും, ചിലപ്പോൾ ഒന്നുമില്ല. നോക്കാം നമുക്ക്. നമ്മൾ ആദ്യം പഠിച്ച ടൈപ്പ് ഉണ്ടല്ലേ, എന്താണ്? ഛേദങ്ങൾ ഒരുപോലെയാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പെട്ടെന്ന് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കി, ഇവിടെ ഛേദങ്ങൾ ഒരുപോലെ അല്ല, വേണമെങ്കിൽ നമുക്ക് ഛേദങ്ങൾ ഒരുപോലെ ആക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? ഛേദങ്ങൾ ഒരുപോലെ ആക്കണമെങ്കിൽ നോക്കി, 5 3 ഉണ്ട്. അതും എൽ സി എമ്മിൻ്റെ പരിപാടിയാണ് കേട്ടോ. എൽ സി എം എടുത്ത് ചെയ്യുന്നൊരു മെത്തേഡാണ് സംഭവം. ഓക്കെ, 5നെയും 3നെയും നമുക്ക് പൊതുവായിട്ട് ഛേദമാക്കി മാറ്റാം. 5ൻ്റെയും 3 നമുക്കറിയാം, 5നെയും 3നെ നമുക്ക് 15 ആക്കി മാറ്റാൻ പറ്റും. സിമ്പിളി മാറ്റാൻ പറ്റും. എങ്ങനെയാണ്? 5നെ 3 കൊണ്ട് ഗുണിച്ചാൽ അത് 15 ആവും അല്ലേ? താഴെ മാത്രം ഗുണിക്കാൻ പറ്റില്ല, മുകളിലും ഗുണിക്കും. 3നെ 15 ആക്കണമെങ്കിൽ എന്തുകൊണ്ട് ഗുണിക്കണം? 5 കൊണ്ട് ഗുണിക്കണം. കണ്ടോ, അപ്പോൾ മുകളിലും 5 കൊണ്ട് ഗുണിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ, മുകളിൽ എത്രയായി? മുകളിൽ 6, താഴെ 15. പ്ലസ് ഇവിടെ നോക്കിയേ, 5 × 4 20, താഴെ 15. ശരിയല്ലേ? അപ്പോൾ കൂട്ടുമ്പോൾ എന്താ? ഇതാ ഛേദങ്ങൾ ഒരുപോലെ. നോക്കി, ഛേദം രണ്ടും ഒരുപോലെ. ഛേദം ഒരുപോലെ നമുക്ക് ചെയ്യാൻ അറിയാം. എന്താണ് ചെയ്യുക? നമ്മൾ ഛേദം അതുപോലെ എഴുതിയിട്ട് മുകളിൽ കൂട്ടും, 26. കണ്ട, ഇങ്ങനെയും ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തോന്നാം, ഏത് ഛേദത്തിലേക്കാണ് മാറ്റിയാൽ നമുക്ക് ഒരുപോലെ ആക്കാൻ കഴിയുക എന്ന് തോന്നിയാലേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് പരിപാടി. ഇത് ഞാൻ എന്താ പറഞ്ഞത്? ഇത് അഡിഷനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. നോക്കി, ഇത് തന്നെയാണ് മൈനസിലേക്ക് വരുമ്പോഴും. നമുക്ക് നോക്കാം എങ്ങനെയാണ് മൈനസ് വരുമ്പോഴതിന് മാറ്റം വരിക എന്നുള്ളത്. അപ്പോൾ ഈ സാധനങ്ങൾ പഠിച്ചല്ലോ, നോട്ടൊക്കെ എഴുതി വെച്ചല്ലോ. ഇതേ കോൺസെപ്റ്റിൽ നമുക്ക് ഇതിൻ്റെ മൈനസ് പഠിക്കാം. നമ്മൾ ഒരുമിച്ച് പഠിച്ചു പോകുന്നത് കേട്ടോ, സങ്കലനം ഒരുമിച്ച് പഠിച്ചു പോവാണ്. അപ്പോൾ കുറച്ച് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും അങ്ങനെ നോട്ട് എഴുതി വെക്കുക. ഇത് സ്പീഡ് കൂടി പോകുന്നെങ്കിലോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയട്ടെ. എന്നെക്കൊണ്ട് മാക്സിമം ഞാൻ സിംപ്ലിഫൈ അല്ലെങ്കിൽ സ്ലോയിലാണ് പറഞ്ഞു പോവുക. ഓക്കെ, നമുക്കതിൻ്റെ മൈനസ് നോക്കാമല്ലോ. സോ അതിൻ്റെ സെയിം മൈനസ് നമുക്കൊന്ന് എടുക്കാമേ. എങ്ങനെയാണ്? 2/5 മൈനസ് 4/3. കണ്ടോ, അങ്ങനെയല്ലേ? 4/3. ഓക്കെ, നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ മെത്തേഡ് വെച്ച് നമുക്കൊന്ന് പറയാം. നമുക്ക് എല്ലാ മെത്തേഡും പറയാം കേട്ടോ. അപ്പോൾ നോക്കി, ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞേ, ഇങ്ങനെ ക്രോസ് ചെയ്യും. ഞാൻ പറഞ്ഞു ഇങ്ങനെ മാത്രമേ ക്രോസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ എന്ത് കിട്ടി? 6 എന്ന് കിട്ടി അല്ലേ? മിഡിലിൽ മൈനസ് ആയതുകൊണ്ട് മൈനസ് ഇട്ടു. 5 × 4 20. കണ്ടോ, ഇങ്ങനെ. ഇനി ഡിനോമിനേറ്ററിൽ ആരാ? 5 × 3 15. അപ്പോൾ എന്ത് വരും? മുകളിൽ 6 - 20. ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? വല്ലിൽ നിന്നും ചേർത്ത് കുറയ്ക്കും. അതായത് 20 - 6 ചെയ്യും. അത് 14 എന്ന് എഴുതും. ഫ്രണ്ടിൽ എന്ത് സൈൻ കൊടുക്കും? വലുതിൽ നിന്നും ചേർത്ത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കും, മൈനസ്. ഇതൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പറയണം. ഇതിൻ്റെ വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതും കൂടെ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് എന്ത് വീഡിയോ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുന്നോ അത് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കും. സോ അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കമൻറ്റ് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിക്കാം. ഓക്കെ, സോ കുറച്ചു. ഇപ്പോൾ -14 കിട്ടി, /15 വേണ്ട. ഇതാണ് മെത്തേഡ്. ഒരിക്കലും
തിരിച്ച് കയറി ചെയ്യരുത്. കാര്യം നമ്മൾ നോക്കിയേ പ്ലസിൻ്റെ കേസിൽ പ്രശ്നം വരില്ല, പക്ഷേ ഇവിടെ ചെയ്യുമ്പോൾ തിരിച്ച് ആദ്യം കയറി ചെയ്താൽ ആൻസർ തെറ്റിപ്പോവും. നിങ്ങൾ നോക്കി ഇങ്ങനെ ഗുണിച്ച് നോക്കിയേ 5 × 4 20 അല്ലേ, മൈനസ് 3 × 2 6 ഇങ്ങനെ അല്ലേ, ബൈ 15. അപ്പോൾ 14 പ്ലസ് 14/15 വരുന്നുണ്ടോ, പക്ഷേ ആൻസർ റിയൽ ആൻസർ -14 ആണ്. സോ ഇങ്ങനെ ചെയ്യരുത്, ഇത് തെറ്റാണ്. മീൻസ് ആദ്യം ഇങ്ങനെ കയറി ആദ്യം ഫസ്റ്റ് ടൈം ചെയ്യരുത്, തിരിച്ചേ ചെയ്യാൻ പാടുള്ളൂ. എപ്പോഴും ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അത് പഠിച്ച് മനസ്സിൽ ഓർത്ത് വെച്ചോളാം കേട്ടോ. കഴിഞ്ഞല്ലോ, നമുക്ക് എന്ത് ചെയ്യാം, ഇതാ ഈ സാധനത്തിനെ തന്നെ മൈനസ് ഇട്ട് പഠിക്കാം. എങ്ങനെയാണ് നോക്കി, LCM ഇട്ട് സെക്കൻഡ് മെത്തേഡ് അല്ലേ, നമ്മൾ 2/5 അത് നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു അല്ലേ, 2/5 മൈനസ് എത്രയാണ് 4/3. എന്താ ചെയ്യുക, LCM എടുക്കും. 5ൻ്റെയും 3ൻ്റെ LCM നമുക്കറിയാം, അത് 15 എന്നാണ്. സോ നമ്മൾ 15 എന്ന് എഴുതും അല്ലേ. ഇത് എന്ത് ചെയ്യും, 2/5 15 കൊണ്ട് ഗുണിക്കും. ആലോചിച്ച് നോക്കിയേ, 2/5 × 15 മൈനസ് 4/3 × ഞാൻ മെത്തഡാ പറയുന്ന, നമ്മൾ യഥാർത്ഥം നമ്മൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പ് നമ്മൾ എഴുതില്ല, നമ്മൾ മനസ്സിൽ ചെയ്യും. 2/5 15 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കട്ടായി പോയിട്ട് 3 വരും, 6 വരും നമ്മൾ പഠിക്കും. ഓക്കെ, സോ ഇവിടെ 6 വരും. എങ്ങനെയാ, ഇത് കട്ടായി പോയി 3 ആയി അല്ലേ, ഇത് കട്ടായി പോയി 5 ആയി. നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്താണ്, ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ്. നമുക്ക് മാത്സ് പഠിക്കുമ്പോഴൊക്കെ വേണ്ട സാധനമാണ് ഈ കട്ട് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത്, ക്യാൻസലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാൻസലേഷൻ നന്നായിട്ട് പഠിച്ചോളൂ, ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സമയം വേസ്റ്റ് ആയി പോകും. നമ്മൾ ക്യാൻസലേഷൻ പഠിച്ചില്ല. അപ്പോൾ ക്യാൻസലേഷൻ തറവാക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക, നമ്മൾ വീഡിയോ തരും. ഓക്കെ, സോ 2 × 3 6 മൈനസ് 4 × 5 20 ബൈ 15. നോക്കി 6 - 20 -14. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ വലുതിന് ചേർത്ത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം കൊടുത്തു, ബൈ 15. കിട്ടിയില്ലേ, കിട്ടി, സെയിം സോറി കിട്ടിയില്ലേ. ദെൻ ഇനി നമ്മൾ പറഞ്ഞ മറ്റേ മെത്തേഡാണ് തേർഡ് മെത്തേഡ്. എന്താ തേർഡ് മെത്തേഡ്, 2/5 മൈനസ് 4/3. നമ്മൾ എന്ത് ചെയ്യും, ഛേദം 15 ആക്കും. സോ 3 കൊണ്ട് ഗുണിച്ചു, സോ 3 കൊണ്ട് ഗുണിച്ചു, 5 കൊണ്ട് ഗുണിച്ചു, 5 കൊണ്ട് ഗുണിച്ചു. എന്താ 3 × 2 6 ബൈ 15 മൈനസ് 20 ബൈ 15. കണ്ടോ, കാര്യം ഗുണിച്ചപ്പോൾ ഇങ്ങനെയായി. അപ്പോൾ നോക്കിയാൽ ഛേദം ഒരുപോലെ ആയി. അപ്പോൾ ഛേദം നമ്മൾ എന്ത് ചെയ്യും, ഛേദം അതുപോലെ എഴുതിയിട്ട് അംശങ്ങൾ തമ്മിൽ കുറയ്ക്കും. അംശം എത്രയാണ്, 6 - 20 -14. കണ്ടോ, എങ്ങനെ ചെയ്താലും കിട്ടും. നിങ്ങൾക്ക് ഏതാണ്, ഞാൻ ഈ എല്ലാ മെത്തേഡും പറയുന്നത് നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ ആയിട്ട് തോന്നുന്നത്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ബെറ്റർ ആയിട്ട് തോന്നുന്നത് ഏതാണോ അത് ചൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞു 2 ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ ചോദിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ എന്തായിരിക്കും, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ആയിരിക്കും എന്നാണ് എൻ്റെ സജഷനാണ്, എൻ്റെ നിർദ്ദേശമാണ്. നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ, ഇത് തോന്നിയെങ്കിൽ ഇതും ഓക്കെയാണ്. പക്ഷേ ഇത് കുറച്ച് ലെങ്തി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം, നിങ്ങളെ ഇഷ്ടം പോലെ. അപ്പോൾ 2 മോഡൽ സമയം എടുത്താണ് നമ്മൾ പഠിക്കുന്നത്. 2 മോഡൽ പഠിച്ചു. ഇനി നമുക്ക് 3ാമത്തെ മോഡലിലേക്ക്. എന്താണ് 3ാമത്തത്, വ്യത്യാസം എന്താണെന്ന് നോക്കാം നമുക്ക്. എന്താണ് പ്ലസ് പ്ലസ്, അതായത് 3 നമ്പറാണ് ആഡ് ചെയ്തിരിക്കുന്നത്, ശരിയല്ലേ. നമ്മൾ പറഞ്ഞു 2 അല്ല 3 നമ്പറാണ്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എല്ലാ മെത്തേഡും ഒന്ന് പഠിക്കാം. നോക്കിയേ, 1/6 പ്ലസ് 2/4 പ്ലസ് 1/3. നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാവരും കൊണ്ട് LCM മെത്തേഡ് പറ്റണമെന്നില്ല. ഞാൻ പറയുന്നത് LCM മെത്തേഡ് പഠിച്ചെടുക്കണം എന്നാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു രക്ഷയുമില്ല എന്ന് തോന്നുന്നെങ്കിൽ പിന്നെ ഉള്ള പരിപാടി എന്താണെന്ന് അറിയാവോ, നമ്മൾ പഠിച്ച ഫസ്റ്റ് മെത്തേഡ് എന്താണ്, ആദ്യം 2 നമ്പർ എടുത്ത് ക്രോസ് ചെയ്യാം. കണ്ടോ, അത് ഈ തേർഡ് വണ്ണോടെ വച്ചിരിക്കുക. അപ്പോൾ നോക്കി എന്താ 1/5 ഇതെങ്ങനെ ചെയ്യും, 4 × 1 4 പ്ലസ് 6 × 2 12 ബൈ 6 × 4 24. കണ്ടോ, ഇനി ഇവിടെ എന്ത് ചെയ്യുക, 1/3 വച്ചിരിക്കുക, ശരിയല്ലേ. ഇനി എന്ത് ചെയ്യും, ഇത് കൂട്ടുമ്പോൾ എത്ര കിട്ടും, 16/24 പ്ലസ് 1/3. എന്ത് ചെയ്തെന്ന് മനസ്സിലായല്ലോ. ആദ്യത്തെ 2 ഭിന്നസംഖ്യ ക്രോസ് ചെയ്തു. 1ാമത്തെ മെത്തേഡാണ് ഞാൻ പറഞ്ഞത്, എല്ലാ മെത്തേഡും പറയാം നമുക്ക്. അപ്പോൾ ക്രോസ് ചെയ്ത് കിട്ടിയ ആൻസറിനോടൊപ്പം മറ്റേ നമുക്ക് ചെയ്യാം അല്ലേ. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യാൻ പറ്റും, 4 കൊണ്ട്. 4 × 4 16, 6 × 4 24, ശരിയല്ലേ. 4 കൊണ്ട് കട്ട് ചെയ്യാം. നമുക്ക് 8 കൊണ്ട് കട്ടിയാൽ പെട്ടെന്ന് തീർന്നില്ല, നമുക്ക് 8 കൊണ്ട് കട്ട് ചെയ്യാം. 2 8 16, 3 8 24. സോ കഴിഞ്ഞില്ലേ. സോ 2/3 പ്ലസ് 1, ഇതിന് എളുപ്പമാണ്. കാര്യം 2/3 പ്ലസ് 1/3 രണ്ടും ഒരേ ഛേദം വന്നതുകൊണ്ട് എളുപ്പമാണ്. ഇല്ലെങ്കിൽ വീണ്ടും നമ്മൾ ക്രോസ് ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ. അപ്പോൾ നമ്മൾ നോക്കുകയാണ് ഛേദം ഒരുപോലെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് ഇനി വീണ്ടും നിങ്ങൾ ക്രോസ് ചെയ്യാൻ നിൽക്കുക. നമ്മുടെ പ്രശ്നം എന്നറിയാമോ, നമ്മൾ 2 ഫ്രാക്ഷൻ വന്നാൽ ക്രോസ് ചെയ്ത് പഠിക്കാൻ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങൾ വീണ്ടും, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളൊരു മെത്തേഡ് പഠിച്ചാൽ പിന്നെ അതിലെ ഫോളോ ചെയ്ത് പോയിക്കളയും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ നോക്കി, നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു 2 ഫ്രാക്ഷൻ വന്നാൽ ക്രോസ് ചെയ്യണം, നമ്മൾ ഉടനെ ക്രോസ് ചെയ്യും. എന്തിനാണ് ക്രോസ് ചെയ്യുന്നത്, 2 ഭിന്നസംഖ്യയിൽ എവിടെയെങ്കിലും കൂട്ടനെ കുറയ്ക്കണമെന്ന് നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ്, ഛേദങ്ങൾ തുല്യമാണെന്നാണ്. ഛേദങ്ങൾ തുല്യമാണ്, നമുക്ക് എന്തെങ്കിലും ചെയ്താൽ അതുപോലെ എഴുതിയിട്ട് മുകളിൽ കൂട്ടാം. 2 + 1 3 അല്ലേ. അപ്പോൾ 3/3 ആൻസർ കിട്ടും, 1 കിട്ടും. കണ്ടോ, അപ്പോൾ ഇവിടെ പറ്റിയെന്നറിയോ, ഇവിടെ 1/3 ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ 1/5 ആയിരുന്നെങ്കിലോ പിന്നെ വീണ്ടും ക്രോസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് തമ്മിൽ ക്രോസ് ചെയ്യേണ്ടി വരും, പിന്നെ കിട്ടുന്ന ആൻസറായിട്ട് വീണ്ടും ക്രോസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരുപാട് സ്റ്റെപ്പ് വരും. അതാണ് 2ൽ കൂടുതലാണ് ഞാൻ പറഞ്ഞത്. 2ൽ കൂടുതൽ ഭിന്നസംഖ്യകൾ കൂട്ടാനോ കുറയ്ക്കാനോ വന്നാൽ നിങ്ങൾക്ക് ബെറ്റർ എപ്പോഴും LCM മെത്തേഡ് ആയിരിക്കും. ഞാനൊന്ന് പറയാം, LCM മെത്തേഡ് ബെറ്റർ അതായിരിക്കും. ഇത് കുറേ സമയമെടുക്കും, കുറച്ച് ലെങ്തി ആയിരിക്കും. നോക്കാം നമുക്ക് LCM മെത്തേഡിലേക്ക് വരാം. എന്താണ് 1/6 പ്ലസ് 2/4 പ്ലസ് 1/3.
നോക്കി 6ന്റെയും 4ന്റെയും 3ന്റെയും LCM പെട്ടെന്ന് പറയേണ്ടതാണ്, നമ്മൾ എളുപ്പത്തിൽ പഠിച്ചു. 12 ആയിരിക്കും LCM. നമ്മൾ പറഞ്ഞില്ലേ എന്താണ് 6 വലിയ നമ്പർ ഏതാ? 6 4 3 വലിയ നമ്പർ ഏതാ? അത് 6 ആണ് അല്ലേ. 6നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. ചെറിയ നമ്പറായ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. 4 കൊണ്ട് പറ്റുമോ? 4 കൊണ്ട് പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ 6ന്റെ ഇരട്ടി എടുക്കും. അതായത് 12. 12നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. സോ ഇവിടുത്തെ LCM എത്രയായിരിക്കും? LCM 12 ആയിരിക്കും അല്ലേ. സോ നിങ്ങൾ വരച്ച് നോക്കി ഫാക്ടറൈസ് ചെയ്ത് ഘടകരീതി ചെയ്താലും മതി. ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. സോ LCM നമുക്ക് എത്ര കിട്ടി? LCM 12 കിട്ടി. നമ്മുടെ പരിപാടി പറഞ്ഞേ LCM അതുപോലെ എഴുതും അല്ലേ. വരച്ചു. എന്ത് ചെയ്യും? 1/6നെ 12 കൊണ്ട് ഗുണിക്കും, പ്ലസ് 2/4നെ 12 കൊണ്ട് ഗുണിക്കും, പ്ലസ് 1/3നെ 12 കൊണ്ട് ഗുണിക്കും. എല്ലാത്തിനും 12 കൊണ്ട് ഗുണിച്ചു. കട്ട് ചെയ്തേ 2. 4ഉം 12 കട്ട് ചെയ്യുമ്പോൾ 3. 3ഉം 12 കട്ട് ചെയ്യുമ്പോൾ 4. ശരിയല്ലേ? നോക്കാം. ഇവിടെ എത്ര? 2 × 1 2, പ്ലസ് 2 × 3 6, പ്ലസ് 1 × 4 4. ബൈ എത്രയാ? 12. കൂട്ടി 6 2 8, 8 4 12, 12/12 1. കണ്ടോ അല്ലേ? 6 4 8 8 4 12 12 12 1. ആൻസർ കിട്ടിയില്ലേ? എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ ഇതായിരിക്കും തോന്നുന്നു. നിങ്ങളുടെയാണ് ഇഷ്ടം, നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ. മനസ്സിലായില്ലേ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആ തേർഡ് മെത്തേഡ്, ഇത് സെക്കൻഡ് മെത്തേഡാണ് കേട്ടോ. തേർഡ് മെത്തേഡിലേക്ക് വരാം. എന്താണ്? 1/6 പ്ലസ് 2/4 പ്ലസ് 1/3. എന്താ പരിപാടി? ഛേദങ്ങളെല്ലാം നമുക്ക് നോക്കിയാൽ നമുക്ക് 12ലേക്ക് മാറ്റാൻ പറ്റും. അത് നമുക്ക് തോന്നണം. അത് തോന്നിയാലേ ഈ മെത്തേഡ് ചെയ്യാൻ പറ്റുള്ളൂ. 6 4 3 ആണ്. എല്ലാത്തിനും നമുക്ക് 12ലേക്ക് മാറ്റാൻ പറ്റും. 6നെ എങ്ങനെ 12 ആക്കാം? 2 കൊണ്ട് ഗുണിക്കാം, മുകളിലും 2 കൊണ്ട് ഗുണിക്കണം. 4നെ എങ്ങനെ 12 ആക്കാം? 3 കൊണ്ട് ഗുണിക്കണം, മുകളിലും 3 കൊണ്ട് ഗുണിക്കണം. 3നെ എങ്ങനെ 12 ആക്കാം? 4 കൊണ്ട് ഗുണിക്കണം, മുകളിലും 4 കൊണ്ട് ഗുണിക്കണം. ഛേദം ഒരുപോലെ ആക്കുന്ന പരിപാടിയാണ്. നോക്കി 2/12 പ്ലസ് 6/12 അല്ലേ. 2 × 3 6/12, 1 × 4 4/12. ഛേദങ്ങളെല്ലാം ഒരുപോലെ ആയില്ലേ? മുകളിൽ കൂട്ടി 6 2 8, 8 4 12, 12/12 1. എങ്ങനെയുണ്ട്? സിമ്പിൾ അല്ലേ? ഇതിൽ ഏത് മെത്തേഡാണെന്ന്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, 2 ഫ്രാക്ഷൻ ആണെങ്കിൽ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്യും. നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഡിനോമിനേറ്റർ ഒരുപോലെ ആക്കുന്ന പരിപാടി യൂസ് ചെയ്യാം. ഞാൻ അതിനെ നിങ്ങളെ എതിർക്കില്ല. ദെൻ 2ൽ കൂടുതൽ ഫ്രാക്ഷൻസ് വരുവാണെങ്കിൽ, 2ൽ കൂടുതൽ ഫ്രാക്ഷൻ വരുവാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഒന്നുകിൽ LCM മെത്തേഡ് അല്ലെങ്കിൽ ഇതായിരിക്കും ബെറ്റർ. നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോകാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഇനി നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അഡിഷൻ്റെ, അതായത് സങ്കലനത്തിൻ്റെ കേസ് എല്ലാം പഠിച്ചു അല്ലേ. 3 ടേം വരുന്നത് പഠിച്ചു, 4 വരാം. ഓക്കെ അല്ലേ? നമുക്കിനി എന്ത് ചെയ്യണം? നമുക്കിനി ഇതിൻ്റെ മൈനസ് പഠിക്കണം. മൈനസ് നോക്കാം. മൈനസിൽ നമുക്കിനി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നമ്മൾ പഠിച്ചത് തന്നെയാണ്. എന്താണ്? 1/6 മൈനസ് 2/4 മൈനസ് 1/3. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒന്നെങ്കിൽ ഫസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ആദ്യം ഇത് ചെയ്യണം. ഓക്കെ, കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരും, നമുക്ക് നോക്കാം. എങ്ങനെയാണ്? നമ്മൾ ഫസ്റ്റ് മെത്തേഡാണേ. 4 × 1 4 മൈനസ് 6 × 2 12 ബൈ 6 × 4 24 മൈനസ് ബാക്കി ആ 2 1/3. മനസ്സിലായല്ലോ? അതായത് നമ്മൾ ആദ്യം ഇതിനെ ക്രോസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുന്നു, ഇതിനവിടെ അതുപോലെ എഴുതുന്നു. 4 - 12, ഞാൻ ഇനി പെട്ടെന്ന് പറയാണ്, -8 ബൈ 24 മൈനസ് 1/3. സിമ്പിൾ അല്ലേ? കാര്യം വലുതിന് ചേർത്ത് വെച്ച് വലുതിന് ചിഹ്നം കൊടുത്തു. ഓക്കെ, 8 24 വെട്ടാം. 1 8 8 3 8 24. ഒന്ന് നോക്കി, മുകളിൽ എന്ത് വന്നു? -1/3, ഇവിടെയും -1/3 അല്ലേ. ഛേദങ്ങൾ ഒരുപോലെ തന്നെ കിട്ടി. അതുകൊണ്ട് നമ്മുടെ ഭാഗ്യമാണ്. ഇനി ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക, 2 മൈനസ് ആണ്. നോക്കാം, ഛേദങ്ങൾ ഒരുപോലെ അല്ലേ. ഛേദങ്ങൾ ഒരുപോലെ ഛേദം നമ്മൾ അതുപോലെ വയ്ക്കും. കണ്ടോ? അതുപോലെ വെച്ചു. മുകളിൽ 1 - 1 0 അല്ല. ശ്രദ്ധിച്ച് നോക്കുക, ഇവിടെ -1 ആണ്. കണ്ടോ? നിങ്ങളുടെ മൈനസിന്റെയും പ്ലസിന്റെയും ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. നമ്മൾ ആ ബോർഡ് മാസ് ചെയ്തപ്പോൾ ഒരുപാട് പേര് ഇപ്പോഴും കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ട്. വീണ്ടും ഒരുപാട് പേര് ഇപ്പോഴും കമന്റ് ചെയ്യുന്നുണ്ട്, ആ ഒരു തെറ്റ് അങ്ങനെയല്ലേ, മീൻസ് ഞാൻ ചെയ്തതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഇല്ലേ, അങ്ങനെ ഒരു സംഭവം അല്ലേ അത് എന്ന് ചോദിച്ചു. നിങ്ങളുടെ സംശയങ്ങളാണ്. നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുന്നതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അതിനെപ്പറ്റി. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് ചെയ്തെടുത്തേ പറ്റുള്ളൂ. നമുക്ക് സിമ്പിളി ഇങ്ങനെ ആൻസർ ഇത്രയും നമ്മൾ ചെയ്ത് വന്നിട്ടേ ഈ മൈനസ് വെച്ച് നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ആ ഒരു മാർക്ക് അവിടെ പോകുന്നു, എത്ര റാങ്കിന് താഴെ നമ്മൾ പോകും. അപ്പോൾ അതുകൊണ്ട് മൈനസ് പ്ലസ് പ്രശ്നം പരിഹരിച്ചാലേ പറ്റുള്ളൂ, എങ്ങനെയെങ്കിലും പരിഹരിച്ചാലേ പറ്റുള്ളൂ. ഓക്കെ, നോക്കിയേ 3 നമ്മുടെ വെച്ചു. ഇനി നോക്കിയേ മുകളിൽ -1 ആണ്. -1 -1 ഒരേ ചിഹ്നമാണ്, പ്ലസ് ആവുന്നല്ല. -1 -1 കൂട്ടാനാണത്. സോ -1 -1 ഒരേ ചിഹ്നമാകുമ്പോൾ കൂട്ടിയിട്ട് അതേ ചിഹ്നം, 1 കൂട്ടുമ്പോൾ 2 ചിഹ്നം -2/3 ആണ് ആൻസർ. കണ്ടോ? ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. സോ താഴേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ സെക്കൻഡ് ടൈപ്പിലേക്ക് നമ്മൾ വരികയാണ്. LCM മെത്തേഡ് പറഞ്ഞേ. 1/6 മൈനസ് 2/4 മൈനസ് 1/3. നിങ്ങൾക്ക് ബോറടിക്കണമെന്ന് എനിക്ക് അറിയില്ല. കാര്യം ഒരേ ക്വസ്റ്റ്യൻ തന്നെ പല രീതിയിൽ ചെയ്യുമ്പോൾ ബോറടിക്കുന്നുണ്ട്. എനിക്ക് അറിയാം എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ധൈര്യമായിട്ട് സ്കിപ്പ് ചെയ്ത് പോവുക. നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾക്ക് വേണ്ടി വീണ്ടും നിങ്ങൾ സമയം കളയേണ്ട ആവശ്യമില്ല. ഞാൻ വീണ്ടും പറയാണ്, ബോറടിച്ചിരിക്കരുത്. നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് സ്കിപ്പ് ചെയ്ത് പോവുക കേട്ടോ.
നോക്കിയേ LCM എടുക്കണം. 6ന്റെ 4ന്റെ 3ന്റെ LCM നമ്മൾ പറഞ്ഞു 12 സോ 12 എഴുതി. മുകളിൽ പറഞ്ഞേ, മുകളിൽ എന്ത് ചെയ്യും? 1/6നെ 12 കൊണ്ട് ഗുണിക്കും, മൈനസ് 2/4നെ 12 കൊണ്ട് ഗുണിക്കും, മൈനസ് 1/3നെ 12 കൊണ്ട് ഗുണിക്കും. കട്ട് ചെയ്യുമ്പോൾ 2 കിട്ടും, കട്ട് ചെയ്യുമ്പോൾ 3 കിട്ടും, കട്ട് ചെയ്യുമ്പോൾ 4 കിട്ടും. ഒന്ന് പറഞ്ഞേ, 2 മൈനസ് 3 2 6 മൈനസ് 4 1 4/12. ശരിയല്ലേ? ഇവിടെയാണ് മുകളിലാണ് നിങ്ങൾ തെറ്റിക്കാൻ സാധ്യത കൂടുതൽ. നിങ്ങൾക്ക് സൈൻ ഒരു വിഷയമാണ്. ഞാൻ പറഞ്ഞു എന്താണ് നമ്മുടെ ഭിന്നസംഖ്യ വരുമ്പോൾ നമുക്ക് എന്തും ചെയ്യാം. സോറി, പ്ലസും മൈനസും വരുമ്പോൾ നമുക്ക് എങ്ങനെയും ചെയ്യാം. ഇൻറ്റു ഒക്കെ വരുമ്പോൾ പ്രശ്നമേ ഉള്ളൂ. നമുക്ക് നോക്കാം. ഇവിടെ തുടങ്ങിയാലും മതി. 2 - 6 ഒന്ന് പറഞ്ഞേ. 2 - 6 2 പ്ലസ് അല്ലേ, വലുതിന് ചേർത്ത് കുറയ്ക്കുന്നു, വലുതിൻ്റെ ചിഹ്നം. സോ -4. ഇത് ചെയ്യുമ്പോൾ നമുക്ക് -4 എന്നാ വരിക അല്ലേ. -4 -4 -8 അല്ലേ. കൺഫ്യൂഷൻ വരുന്നവരുണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. കാര്യം എന്താണ്? 2 - 6 -4 അല്ലേ. പിന്നെ ബാക്കി ആരുണ്ട്? ഒരു -4 ഇല്ലേ. സോ ഒരേ ചിഹ്നമാണ്, കൂട്ടിയിട്ട് അതേ ചിഹ്നം. ഇതാണ് പരിപാടി. ഓക്കെ അല്ലേ? അപ്പോൾ -8/12 സോറി -8/12 അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കട്ട് ചെയ്യാം. -8/12 കട്ട് ചെയ്തേ, 4 കൊണ്ട് കട്ട് ചെയ്തേ. 2 4 8 3 4 12. സോ -2/3. കണ്ടോ? -2/3. 4 കൊണ്ട് വെട്ടിയപ്പോൾ കിട്ടി -2/3. ഇത്രയേ ഉള്ളൂ, പ്രശ്നമില്ലാതെ. തേർഡ് സ്റ്റെപ്പിലേക്ക് വരാം. മൂന്നാമത്തെ മെത്തേഡ്. എല്ലാം വെച്ച് പറയുന്നത് നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതല്ല, ബോറടിപ്പിക്കുന്നതല്ല. സോ -2/4 -1/3 സോറി -1/3. ഓക്കെ, നോക്കിയേ. നമുക്ക് എന്ത് ചെയ്യും? ഛേദങ്ങളെ എല്ലാത്തിനെയും 12ലേക്ക് മാറ്റാം. ഞാൻ 2 കൊണ്ട് ഗുണിക്കുന്നു, മുകളിൽ 2 കൊണ്ട് ഗുണിക്കുന്നു. ഇവിടെ 3 കൊണ്ട് ഗുണിക്കുന്നു, ഇവിടെ 3 കൊണ്ട് ഗുണിക്കുന്നു. ഇവിടെ 4 കൊണ്ട് ഗുണിക്കുന്നു, ഇവിടെ 4 കൊണ്ട് ഗുണിക്കുന്നു. ഓക്കെ അല്ലേ? സോ എന്ത് വരും? 2/12 -6/12 -4/12. ഒന്ന് നോക്കിയേ, ഛേദങ്ങളെല്ലാം ഒരുപോലെ ആയില്ലേ? നേരത്തെ പറഞ്ഞു 2 - 6 -4 -4 -4 -8 അല്ലേ. ചിഹ്നങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. 2 4 8 3 4 12. സോ ആൻസർ ഈസ് -2/3. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പോൾ അത് കിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? മിക്സ് ചെയ്ത് വരണ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു പോവാം. നോക്കിയേ, 1/6 പ്ലസ് 2/4 മൈനസ് 1/3. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ വിചാരിച്ചോളൂ. ഇതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. പ്ലസ് മൈനസ് മാറി മാറി വരികയാണ്. നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ LCM എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ആരെ എടുക്കാം? നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കി എടുക്കാം. എന്തോന്നും എടുക്കാം. LCM എടുത്ത് നമുക്ക് ചെയ്ത് പറയാൻ LCM എടുത്ത് ഞാൻ പറയാൻ പോവാണ്. നിങ്ങൾ മറ്റൊന്ന് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. LCM 12 അല്ലേ. 1/6നെ 12 കൊണ്ട് ഗുണിച്ചു. രണ്ടാമത്തെ 2/4നെ 12 കൊണ്ട് ഗുണിച്ചു. മൈനസ് 1/3നെ 12 കൊണ്ട് ഗുണിച്ചു അല്ലേ. വെട്ടുമ്പോൾ 2, വെട്ടുമ്പോൾ 3, വെട്ടുമ്പോൾ 4. ഇപ്പോൾ മുകളിൽ ആരാ വരിക? മുകളിൽ 2 പ്ലസ് 2 × 3 6 മൈനസ് 1 × 4 4/12. നോക്കി എങ്ങനെ ചെയ്യും? 2 + 6 8 8 - 4 4/12. ചെയ്ത് ഒരുപോലെ ആയില്ലേ? വെട്ടാൻ നമുക്കിത് 4 കൊണ്ട് വെട്ടാം. 1 4 4 3 4 12. 1/3 എന്ന് കിട്ടാം. ഞാനിത് ഇതുമായിട്ട് റിലേറ്റഡ് അല്ല പറഞ്ഞത്. ചിഹ്നങ്ങൾ മാറി മാറി വന്നാലും ഇത് തന്നെയാണ് മെത്തേഡ്. അപ്പോൾ ഇങ്ങനെയാണ് ആ 3 മോഡൽ നമ്മൾ ആകെ 3 ക്വസ്റ്റ്യൻ എഴുതിയുള്ളൂ. പക്ഷെ നമ്മൾ ചെയ്ത എത്ര മെത്തേഡാണ്? നമ്മൾ 9 എണ്ണം അടുപ്പിച്ച് നമ്മൾ ചെയ്തു എന്ന് തോന്നുന്നു എല്ലാം കൂടി. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചോളുക, നന്നായിട്ട് പഠിച്ചു വെച്ചോളുക. നമ്മൾ പഠിച്ചത് ഭിന്നസംഖ്യകളുടെ അഡീഷനും സബ്ട്രാക്ഷനും മാത്രമേ പഠിച്ചുള്ളൂ. പക്ഷേ അതിൻ്റെ എല്ലാ മെത്തേഡും നമ്മൾ പഠിച്ചു. ഇനി ഏത് രീതി ചോദിച്ചാൽ നമ്മൾ ചെയ്യാനായിട്ട് വില്ലിങ് ആയിരിക്കണം, നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. അപ്പോൾ ഇത്രയും സ്ലോയിലാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി നോട്ടൊക്കെ എഴുതി നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഇതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.